എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ലലുവ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന വിഷയം സ്തോത്രം ചെയ്യുന്നു. യുഗത്തിൻ്റെ അന്ത്യനാളിൽ ന്യായവിധിയുടെ 7 കാഹളങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മഹാപീഡനത്തിൻ്റെ സമയത്ത് ഊതുന്ന 7 കാഹളങ്ങൾ അതാകുന്നു ഇന്നത്തെ വിഷയം. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. ലലുവ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വായിക്കാം. സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൂതൻ ധൂപകലശമെടുത്തു യാഗപീഠത്തിലെ ദൂതൻ കലശമെടുത്ത് യാഗപീഠത്തിൽ നിന്നും കനലെടുത്ത് ഭൂമിയിലേക്ക് എറിഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിഷയത്തിലേക്ക് വരാം. സ്തോത്രം ചെയ്യുന്നു. പഴയ നിയമത്തിൽ ലലുവ പറഞ്ഞിരിക്കുന്ന ചില കാഹളങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് ഞാൻ പറയപ്പെട്ട വിഷയത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. പഴയ നിയമത്തിൽ പല കാഹളങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചില കാഹളങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും അറിയാവുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടി പറഞ്ഞിട്ട് ഞാൻ വേഗം വിഷയത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിനെ ഞെരുക്കുന്ന ആ ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഗംഭീര ധ്വനിയായ കാഹളം ഊതണം. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സന്തോഷ ദിവസം ഇസ്രായേൽ ജനത്തിൻ്റെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതണം. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ദൈവാലയ ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും 120 പുരോഹിതന്മാർ കാഹളം ഊതിക്കൊണ്ടിരുന്നു. സ്തോത്രം ചെയ്യുന്നു. യെരിഹോവിന്റെ അൽവാസ് തകർച്ചയ്ക്ക് പുരോഹിതന്മാർ സ്തോത്രം ചെയ്യുന്നു കാഹളം ഊതി. സ്തോത്രം ചെയ്യുന്നു. അൽവാസ്തോത്രം ഗിദിയോൻ സ്തോത്രം ശത്രുവായ മിദ്യാമിനെ എതിരെ സ്തോത്രം ചെയ്യുന്നു. ഗിദിയോനും കൂട്ടരും കാഹളം ഊതി. സ്തോത്രം ചെയ്യുന്നു. സീനായി പർവ്വതത്തിൽ യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാഹളനാദം കേട്ടു. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. പുതിയ നിയമത്തിൽ ചില പ്രത്യേക കാഹളത്തെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ ദൈവത്തിന്റെ കാഹളം ധ്വനിക്കും. സ്തോത്രം ചെയ്യുന്നു. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരെയും ക്രിസ്തുവിൽ മരിച്ച വിശ്വാസികളെയും സംബന്ധിക്കുന്നതാകുന്നു ഈ ദൈവത്തിന്റെ കാഹളം. സ്തോത്രം ചെയ്യുന്നു. ഇനി എന്റെ വിഷയത്തിലേക്ക് വരാം. സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യുഗത്തിന്റെ അന്ത്യനാളിൽ അല്ലെങ്കിൽ ന്യായവിധിയുടെ 7 കാഹളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യുഗത്തിന്റെ അന്ത്യനാളിൽ അല്ലെങ്കിൽ 7 ദൂതന്മാർ 7 കാഹളം ഊതുന്നു. സ്തോത്രം ചെയ്യുന്നു. 7 കാഹളങ്ങളെ കുറിച്ചാകുന്നു ഞാൻ നിങ്ങളോട് കൂടെ സ്തോത്രം ചെയ്യുന്നു പങ്കുവെച്ചിട്ട് സംസാരിച്ചിട്ട് വേഗം ഇരിപ്പാൻ താല്പര്യപ്പെടുന്നു. അതായത് മഹാപീഡന സമയത്ത് സ്തോത്രം ചെയ്ത് നടക്കുന്ന കാഹളത്തെ കുറിച്ചാകുന്നു സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ദൈവമക്കൾ പ്രാർത്ഥനയോടായിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ വായിച്ച വാചനം നമുക്ക് തുടർന്ന് വായിക്കാം. സ്തോത്രം ചെയ്യുന്നു. 7 കാഹളങ്ങൾ 7 ദൂതന്മാർ. സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് എഴുതിയ വെളിപ്പാടിലെ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ 8-ന്റെ സ്തോത്രം ചെയ്യുന്നു 5 വായിച്ചാട്ടെ. ദൂതൻ ധൂപകലശമെടുത്തു യാഗപീഠത്തിൽ നിന്നും കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ 7 കാഹളം ഊതുന്നതിന് മുൻപേ സ്തോത്രം ചെയ്യുന്നു ധൂപകലശത്തിൽ അല്ലെങ്കിൽ യാഗപീഠത്തിൽ നിന്നും തീക്കനൽ അല്ലെങ്കിൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അടുത്ത് ഉടനെ ഇടിമുഴക്കം. 1 ഇടിമുഴക്കം, 2 നാദം, 3 മിന്നൽ, ഭൂകമ്പവും ഉണ്ടായി എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്തു. ന്യായവിധിക്ക് മുൻപേ ഭൂമിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് മുന്നറിയിക്കുന്നതും സ്തോത്രം അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയാകുന്ന സ്തോത്രം ചെയ്യുന്നു ഈ കാഹളം സ്തോത്രം ചെയ്തു. ഈ സംഭവം നടന്നത് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ പല പാർട്ടിയിലുള്ള നേതാക്കന്മാർ, MLA-മാരോ MP-മാരോ മന്ത്രിമാരോ സ്തോത്രം ചെയ്യുന്നു ഒരു ദേശത്ത് ഒരു പ്രദേശത്തോ വരുമ്പോൾ ഇവർ വന്നിരിക്കുന്നുവെന്നും വരുവാൻ പോകുന്നുവെന്നും വന്നുകൊണ്ടിരിക്കുന്നുവെന്നും അറിയിക്കുവാൻ
വേണ്ടി സ്വോത്രം ചെയ്യുന്നു പടക്കുകൾ പൊട്ടിച്ച് ജനത്തെ അറിയിക്കും. സ്വോത്രം ചെയ്യുന്നു അവരോട് കൂടെ കൂറ് കാണിക്കുവാൻ അല്ലാകുന്നു ഇത് കാണിക്കുന്നത് എന്നതുപോലെ ഈ ലോകത്തിലുള്ള മനുഷ്യന് അല്ലേലൂയ അറിയിക്കുന്നതാകുന്നു. സ്വോത്രം ചെയ്യുന്ന കാഹളത്തിന് മുൻപേ അല്ലേലൂയ സ്വോത്രം ചെയ്ത് ശബ്ദം കേൾപ്പിക്കുന്നത്. സ്വോത്രം ചെയ്യുന്നു അല്ലേലൂയ. അടുത്ത വാക്യം, 7 കാഹളമുള്ള ദൂതന്മാർ സ്വോത്രം ചെയ്യുന്നു അന്ത്യകാലത്തിൽ അല്ലേലൂയ പീഡന സമയത്തിന് സ്വോത്രം ചെയ്യുന്നു 7 കാഹളം 7 ദൂതന്മാർക്ക് കൊടുത്ത് അവരെ ഭൂമിയിലുള്ള മനുഷ്യരെ അറിയിക്കുവാൻ പോകുന്നു. അതാകുന്നു ഇനി അല്ലേലൂയ സ്വോത്രം ചെയ്യുന്നു സംസാരിക്കുവാൻ പോകുന്നത്. അവർ 7 ദൂതന്മാർ 7 കാഹളത്തോട് ഊതുവാൻ തക്കവണ്ണം ഒരുങ്ങി നിന്നു. സ്വോത്രം ചെയ്യുന്നു അറിയിക്കുവാൻ തക്കവണ്ണം ഭൂമിയിൽ ഇന്ന വിഷയം നടക്കുവാൻ പോകുന്നു, സംഭവിക്കുവാൻ പോകുന്നു. ആരും കേട്ടില്ല, കണ്ടില്ല, അറിഞ്ഞില്ല എന്ന് ഒരു മനുഷ്യർ പോലും സ്വോത്രം ചെയ്യുന്നു ജീവനുള്ള ആരും അറിയാതെ ഇരിക്കവണ്ണമാകുന്നു ഈ കാഹളം ഊതുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്നു എഴുന്നേറ്റ് നിന്നത് സ്വോത്രം ചെയ്യുന്നു. അല്ലെ തയ്യാറായി അവർ ഒരുങ്ങി നിന്ന് സ്വോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്നു 1 രക്തം കലർന്ന കൽമഴയും തീയും സ്വോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ വെളിപ്പാട് സ്വോത്രം ചെയ്യുന്നു 8:7 വായിച്ചാട്ടെ. ഒന്നാമത്തെ ദൂതൻ അല്ലെങ്കിൽ കാഹളം ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും സ്വോത്രം ചെയ്യുന്നു. വെള്ളത്തിന് പകരം രക്തം കലർന്ന കൽമഴ സ്വോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ രക്തത്തിനോട് കൂടെ കൽമഴ, വെള്ളമില്ല സ്വോത്രം ചെയ്യുന്നു. രക്തത്തോടു കൂടെ മിക്സിംഗ് ആയ കൽമഴയും സ്വോത്രം ചെയ്യുന്നു. കൽമഴ എന്ന് പറഞ്ഞാൽ സ്വോത്രം ചെയ്യുന്നു മോശയുടെ കാലത്തിൽ സ്വോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ മോശയുടെ കാലത്തിൽ സ്വോത്രം ചെയ്യുന്നു ദൈവം മിസ്രൈമിൽ അയച്ച 7ാമത്തെ ബാധയാകുന്നു കൽമഴ സ്വോത്രം ചെയ്യുന്നു. പക്ഷെ അവിടെ കൽമഴയാകുന്നുവെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ രക്തം കൊണ്ടുള്ള കൽമഴ സ്വോത്രം ചെയ്യുന്നു. 1 രക്തം കലർന്ന മഴയും അടുത്ത് 1 രക്തം കലർന്ന കൽമഴ, 2 തീയും സ്വോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ മഴയോട് കൂടെ തീ അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്നു. രക്തം കലർന്ന കൽമഴയോടൊപ്പം തീയും സ്വോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്ന ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ തീയുടെ മേഖലയിൽ സ്വോത്രം വെള്ളം വീണാൽ അല്ലെങ്കിൽ അത് കെട്ടുപോകും അല്ലെങ്കിൽ അണഞ്ഞു പോകും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. പ്രത്യേക സാഹചര്യത്തിൽ ലോകത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം, ജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പ്രപഞ്ചത്തിൽ നടക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്നു കാര്യങ്ങളാകുന്നു ഇവിടെ വായിച്ചത്. സ്വോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ സ്വോത്രം ചെയ്ത് രക്തം കലർന്ന കൽമഴയോടൊപ്പം തീയും അടുത്ത് ഭൂമിമേൽ ചൊരിയും എന്ന് പറഞ്ഞ പെയ്യുകയല്ല, ചൊരിയും സ്വോത്രം ചെയ്യുന്നു, വർദ്ധിച്ചു കൊണ്ടുവരും സ്വോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ രക്തത്തോടുകൂടെ കൽമഴയും തീയും ഭൂമിയിൽ ചൊരിയും. ഇത് നിമിത്തം ഭൂമിയിൽ 1/3 ഭാഗം വെന്തുപോകും സ്വോത്രം ചെയ്യുന്നു. കിഴക്കാണോ അല്ലെങ്കിൽ തെക്കാണോ വടക്കാണോ പടിഞ്ഞാറാണോ എന്നൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമിയുടെ സ്വോത്രം 1/3 ഭാഗം നശിച്ചു പോകും, കെട്ടുപോകും, ഇല്ലാതായി പോകും. അടുത്ത് വൃക്ഷങ്ങൾ ഈ ലോകത്തിലുള്ള വൃക്ഷങ്ങളിൽ സ്വോത്രം ചെയ്യുന്നു 1/3 വെന്തുപോകും സ്വോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്നു കാട്ടിലുള്ള വൃക്ഷം, നാട്ടിലുള്ള വൃക്ഷം സ്വോത്രം നമ്മൾ സ്വോത്രം ചെയ്യുന്നു വെള്ളം ഒഴിച്ച് വളർത്തിയ ഏത് വൃക്ഷമാകട്ടെ അതിൽ 1/3 ഭാഗം വൃക്ഷങ്ങൾ നശിച്ചു പോകും. അടുത്ത് എല്ലാ പച്ചപ്പുല്ലും സ്വോത്രം ചെയ്യുന്നു. ആമേൻ സ്വോത്രം ചെയ്യുന്നു. കൽമഴ അല്ലെങ്കിൽ തീ കലർന്ന മഴയും തീയും എവിടെ വീഴുന്നു അവിടെയുള്ള പച്ച വൃക്ഷമുള്ള പച്ച ചെടിയായിരിക്കുന്ന സസ്യങ്ങളൊക്കെ വെന്ത് നശിച്ചു പോകാൻ കാരണമായി തീരും. സ്വോത്രം ചെയ്യുന്നു. അടുത്ത് 1/3 നശിച്ചു പോകും. സ്വോത്രം ചെയ്യുന്നു. 2 സമുദ്രം രക്തമായി മാറുന്നു. സ്വോത്രം ചെയ്യുന്നു. 8:9 വെളിപ്പാട്. രണ്ടാമത്തെ ദൂതൻ ഊതുമ്പോൾ നടക്കുന്നതാകുന്നു. സ്വോത്രം ചെയ്യുന്നു.
അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്നു തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് സ്തോത്രം കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു. കടലിൽ സമുദ്രത്തിൽ എറിയുമ്പോൾ കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീരും. സ്തോത്രം ചെയ്യുന്നു. മോശയുടെ കാലത്തിൽ സ്തോത്രം ചെയ്യുന്നു. മിസ്രൈമിൽ സ്തോത്രം ചെയ്യുന്നു. അല്ല ദൈവം 10 ബാധ അയച്ചു. 10 ബാധയിൽ 1ാമത്തെ ബാധയാകുന്നു. സ്തോത്രം ചെയ്യുന്നു. അവരുടെ നദികളും കുളങ്ങളും സ്തോത്രം പുഴകളും എല്ലാം രക്തമായി, ജലം രക്തമായി തീർന്നു. അതുപോലെ ആകുന്നു ഇവിടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. അത് മിസ്രൈമിൻ ദേശത്ത് മാത്രം ആയെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സമുദ്രത്തിന്മേൽ മിഡിറ്റിലും സമുദ്രത്തിലും സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അറബിക്കടലിലും സ്തോത്രം ചെയ്യുന്നു. സകല നദികൾ സകല സമുദ്രത്തിന്മേൽ ഒഴിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ജലം രക്തമായി തീരും. അതൊന്നുകൂടി വായിച്ചട്ടെ. രണ്ടാമത്തെ ദൂതൻ ഊതി അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു. നമ്മൾ സ്തോത്രം ചെയ്യുന്നു. കേൾക്കുകയും കാണുകയും പരിചയമുള്ള സമുദ്രം സ്തോത്രം ചെയ്യുന്നു. അല്ലുവ കടല് മൂന്നിലൊന്ന് രക്തമായി തീരും. രക്ത കളറായി തീരും. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ നടക്കുന്ന വിഷയമല്ല. യുഗത്തിന്റെ അന്ത്യനാളിൽ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് വായിച്ചു കേട്ട സമുദ്രം അല്ലെങ്കിൽ കണ്ട കടൽ സ്തോത്രം ചെയ്യുന്നു. ഇതെല്ലാം സ്തോത്രം മൂന്നിലൊന്ന് ഭാഗം അല്ലെങ്കിൽ ജലം സ്തോത്രം ചെയ്യുന്നു രക്ത കളറായി മാറും. അടുത്ത് സമുദ്രത്തിൽ പ്രാണനുള്ള ജീവനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് നശിച്ചു പോകും. സ്തോത്രം ചെയ്തു. മൂന്നിലൊന്ന് മത്സ്യങ്ങൾ മാത്രമല്ല, സമുദ്രത്തിൽ ജീവനുള്ള ഏതെല്ലാം അല്ലെങ്കിൽ ഉണ്ടോ അതെല്ലാം മൂന്നിലൊന്ന് ചത്തുപോകുമെന്ന് സ്തോത്രം ചെയ്തു. നശിച്ചു പോകുമെന്ന് സ്തോത്രം ചെയ്യുന്നു. കപ്പലുകളിൽ മൂന്നിലൊന്ന് ഭാഗം ഛേദം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കടലിൽ സഞ്ചരിക്കുന്ന ബോട്ടുകൾ സ്തോത്രം ചെയ്യുന്നു. കപ്പലുകൾ മൂന്നിലൊരു ഭാഗം കേടുപാടുകൾ വരുന്നതിനോടൊപ്പം നശിച്ചു പോകുവാൻ, തകർന്നു പോകുവാൻ അല്ലുവ കാരണമായി തീരും. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. മൂന്ന് വെള്ളം അശുദ്ധമാകുന്നു. സ്തോത്രം ചെയ്യുന്നു. 8-ന്റെ 10, 11 സ്തോത്രം ചെയ്യുന്നു. മൂന്നാമത്തെ ദൂതൻ കാഹളം ഊതി. അപ്പോൾ തീ പോലെ ജ്വലിക്കുന്ന മഹാനക്ഷത്രം ആകാശത്തു നിന്നും വീണു. നദികളിൽ മൂന്നിലൊന്നു മേലും നീരുറവകളിൽ മേലും ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നക്ഷത്രം സ്റ്റാർ സ്തോത്രം ചെയ്യുന്നു. നദികളിൽ മേലാകുന്നു വീണത്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അടുത്ത് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര് അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് വീഴുന്ന ഈ നക്ഷത്രത്തിന്റെ പേരാകുന്നു സ്തോത്രം കാഞ്ഞിരം. സ്തോത്രം. കാഞ്ഞിരം എന്ന് പറഞ്ഞാൽ കയ്പുള്ളതാകുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന സ്തോത്രം പാവയ്ക്കേക്കാൾ 10 ഇരട്ടി കയ്പാകുന്നു. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഈ അല്ലുവ സ്തോത്രം ചെയ്യുന്നു. ഈ സ്തോത്രം ചെയ്യുന്നു നക്ഷത്രത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ നക്ഷത്രത്തിന്റെ പേരാകുന്നു കാഞ്ഞിരം. അടുത്ത് വെള്ളത്തിൽ ഈ അല്ലെങ്കിൽ നക്ഷത്രം വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്പായി മാറി. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലും സ്തോത്രം ചെയ്യുന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് സ്തോത്രം കുടിപ്പാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ കുടിപ്പാൻ കഴിയാത്ത രീതിയിൽ സ്തോത്രം ചെയ്യുന്നു. അവിടെ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ മാറയിലുള്ള വെള്ളം കയ്പായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം അതിന്റെ അടുത്തൊരു വൃക്ഷം ഉണ്ടായിരുന്നു. അതിന്റെ കൊമ്പുകൾ വെട്ടി സ്തോത്രം ചെയ്യുന്നു. മാറയിലുള്ള വെള്ളത്തിൽ ഇട്ടപ്പോൾ ആ വെള്ളം മധുരമായി തീർന്നു. അന്ന് സ്തോത്രം ചെയ്യുന്നു മോശയുടെ കാലത്തിൽ. എന്നാൽ സ്തോത്രം ചെയ്യുന്നു അത് അവിടെയാകുന്നുവെങ്കിൽ ഇത് ഇവിടെയാകുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നദികളുടെ മേൽ അല്ലെങ്കിൽ നക്ഷത്രം വീണപ്പോൾ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. മൂന്നിലൊന്ന് ഭാഗം സ്തോത്രം ചെയ്യുന്നു ജലം
കയ്പായി മാറി. സ്തോത്രം ചെയ്യുന്നു. കുടിപ്പാൻ കഴിയാതെ, ഒന്നിനും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ കയ്പായി മാറി. അടുത്ത് വെള്ളം കയ്പിനാൽ ഈ വെള്ളം കയ്പിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഈ വെള്ളം കുടിക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ല ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ സ്തോത്രം ചെയ്യുന്നു മനുഷ്യൻ, സ്തോത്രം ചെയ്യുന്നു മനുഷ്യർ പലരും മരിച്ചുപോയി. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം കയ്പായ വെള്ളം കുടിച്ചത് നിമിത്തം, ഉപയോഗിച്ചത് നിമിത്തം സ്തോത്രം ചെയ്യുന്നു പലപേരും മരിക്കുവാൻ കാരണമായി തീർന്നു. അടുത്ത് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ കയ്പുള്ള വെള്ളം കുടിച്ചാൽ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നു അന്ന് മോശയുടെ കാലത്തിൽ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി, അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ കയ്പുള്ള വെള്ളത്തിൽ ഇട്ടപ്പോൾ മധുരമായി തീർന്നെങ്കിൽ, പഥ്യമായി തീർന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സ്തോത്രം ഈ ജലത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ന്യായവിധിയുടെ, അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നു ന്യായവിധിയുടെ ജലമാകുന്നു. സ്തോത്രം ചെയ്യുന്നു കുടിക്കുന്നവർ സകലവേ സ്തോത്രം ചെയ്യുന്നു, അതിൽ ഉപയോഗിക്കുന്നവർ സകലവരും നശിച്ചു പോവാൻ, മരിച്ചു പോവാൻ കാരണമായി തീരും. സ്തോത്രം ചെയ്യുന്നു. 4 സ്തോത്രം ചെയ്യുന്നു ആമേൻ. 4ാമത്തെ കാഹളം സ്തോത്രം ചെയ്യുന്നു ആമേൻ. സ്തോത്രം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോകുന്നു. സ്തോത്രം ചെയ്യുന്നു. 8:12 4ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. 1 സ്തോത്രം ചെയ്യുന്നു പകൽ വെളിച്ചം തരുന്ന സ്തോത്രം ചെയ്യുന്നു സൂര്യന്മേൽ ബാധ തട്ടി. രാത്രി സ്തോത്രം വെളിച്ചം പകരുന്ന സ്തോത്രം വെളിച്ചം നൽകുന്ന ചന്ദ്രനിൽ ബാധ തട്ടി. സ്തോത്രം ചെയ്യുന്നു. പിന്നെ നക്ഷത്രങ്ങളിൽ സ്തോത്രം ചെയ്യുന്നു രാത്രി അല്ലെങ്കിൽ വെളിച്ചം പകരുന്ന അല്ലെങ്കിൽ നൽകുന്ന സ്തോത്രം ചെയ്യുന്നു നക്ഷത്രങ്ങളിൽ സ്തോത്രം ചെയ്യുന്നു ബാധ തട്ടി. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് ലോകത്തിലുള്ള, അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ സ്തോത്രം ചെയ്യുന്ന ആരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്തത്, ഉയരത്തിൽ കയറുവാൻ പറ്റാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ചെന്നെത്താൻ പറ്റാത്ത മണ്ഡലത്തിൽ സ്തോത്രം ചെയ്യുന്നു ആമേൻ. സ്തോത്രം ചെയ്യുന്നു ബാധ, അല്ലെങ്കിൽ ദൈവം അയച്ച ദൂതനെ വിട്ട് സ്തോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ബാധ അയച്ചു ചന്ദ്രന്റെ മേലും സൂര്യന്റെ മേലും നക്ഷത്രങ്ങളുടെ മേലും, അല്ലെങ്കിൽ ആ ബാധ അയച്ചു. അടുത്ത് അവയിൽ 1/3 ഇരുണ്ടുപോയി. സ്തോത്രം ചെയ്യുന്നു. സൂര്യൻ പ്രകാശം തരാതെ അവൻ സ്തോത്രം ചന്ദ്രൻ പ്രകാശം തരാതെ, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ പ്രകാശം തരാതെ, അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നു രാവിലെന്നോ അല്ലെങ്കിൽ രാത്രിയെന്നോ പകലെന്നോ തിരിച്ചറിയാതിരിപ്പാൻ തക്കവണ്ണം ഇരുണ്ടുപോയി. സ്തോത്രം ചെയ്യുന്നു. മോശയുടെ കാലത്തിൽ സ്തോത്രം ചെയ്യുന്നു മിസ്രൈമിൽ ദൈവം 10 ബാധ അയച്ചതിൽ 9ാമത്തെ ബാധയാകുന്നു കൂരിരുട്ട്. സ്തോത്രം ചെയ്യുന്നു ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അടുത്തിരുന്നവരെ കാണുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടെ ഇരുന്നടുത്ത് തന്നെ അവർ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനോ എണീക്കുവാനോ ചെയ്യുവാനോ ഒന്നും കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ 3 ദിവസത്തെ കൂരിരുട്ട് അവിടെ മിസ്രൈമിൽ ഉണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. പക്ഷെ അത് മിസ്രൈമിൽ രാജ്യത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ സ്തോത്രം ചെയ്യുന്നു ഭൂമിയിൽ വെളിച്ചം തരാത്ത രീതിയിൽ, സൂര്യനിൽ നിന്നും വെളിച്ചം തരാത്ത രീതിയിൽ, ചന്ദ്രനിൽ നിന്നും വെളിച്ചം തരാത്ത രീതിയിൽ, നക്ഷത്രങ്ങളിൽ നിന്നും വെളിച്ചം തരാത്ത രീതിയിൽ കൂരിരുട്ടുണ്ടാകും. ഭൂമി മൊത്തം കൂരിരുട്ടായിരിക്കും. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നു തെരുവീതികളിൽ ലൈറ്റ് ഉണ്ടാകത്തില്ല, ഭവനങ്ങളിൽ ലൈറ്റ് ഉണ്ടാകത്തില്ല. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്ന അന്ന് ഒരു വെളിച്ചവും ഉണ്ടാകത്തില്ല. സ്തോത്രം മൊത്തം ഭൂമി മൊത്തവും കൂരിരുട്ട് കൊണ്ട് നിറയും. അല്ലെങ്കിൽ കൂരിരുട്ടാൽ അല്ലെങ്കിൽ ഭൂമി മൊത്തം അടഞ്ഞിരിക്കും. ഉയർത്തിന്ന് ഒരു വെളിച്ചവും ഉണ്ടാകത്തില്ല. സ്തോത്രം ചെയ്യുന്നു. രാവും പകലും 1/3 വെളിച്ചമില്ലാതാകും. സ്തോത്രം ചെയ്യുന്നു. രാത്രി ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ ദിവസം അറിയാൻ പറ്റത്തുള്ളൂ, പകലുണ്ടെങ്കിലേ ദിവസം അറിയാൻ പറ്റത്തുള്ളൂ. രാത്രി പകലും ആകുന്നതാകുന്നു ദിവസം. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ രാത്രിയും പകലും ഇല്ലെങ്കിൽ നമുക്ക് രാത്രിയെന്നോ പകലെന്നോ ഏത് ദിവസമെന്നോ ഏത് അല്ലെങ്കിൽ മാസമെന്നോ തിരിച്ചറിയുവാൻ കഴിയത്തില്ല. രാത്രി എന്ന് അറിയത്തില്ല. സ്തോത്രം ഏത് സമയം രാത്രിയാകുന്നു. കൂടുതലും സ്തോത്രം ജീവനുള്ള സകലവും ഉറങ്ങുന്നതും വിശ്രമിക്കുന്നതും രാത്രിയാകുന്നു. സ്തോത്രം ചെയ്യുന്നു. പകൽ സൂര്യൻ
സൂര്യന്റെ വെളിച്ചത്തിൽ പകൽ പല കാര്യങ്ങൾ ചെയ്യുന്നു, പോകുന്നു, വരുന്നു, എല്ലാം കാണാം. സ്വത്രം ചെയ്യുന്നു. എന്നാൽ സ്വത്രം ചെയ്യുന്നു അന്ന് സ്വത്രം ചെയ്യുന്നു അല്ലെങ്കിൽ കൂരിരുട്ടുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ കാണുവാനോ കേൾപ്പാനോ കഴിയത്തില്ല. ആമേൻ. സ്വത്രം ചെയ്യുന്നു അല്ലെങ്കിൽ ആ കൂരിരുട്ട് അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുവാൻ പോകുന്നു, യുഗത്തിന്റെ അന്ത്യനാളിൽ നടക്കുവാൻ പോകുന്നു. സ്വത്രം ചെയ്യുന്നു. അഞ്ചാമത്തത് സ്വത്രം ചെയ്യുന്നു, അഗോധ ധൂപം തുറക്കപ്പെടുന്നു. സ്വത്രം ചെയ്യുന്നു. അതോടുകൂടി വെട്ടിക്കിളി സ്വത്രം ചെയ്യുന്നു ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു. സ്വത്രം ചെയ്യുന്നു. ആമേൻ. സ്വത്രം 9 അല്ലെങ്കിൽ സ്വത്രം ചെയ്യുന്നു 1:5 9 1 3 5 വായിച്ചോ. അഞ്ചാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്നും ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ. സ്വത്രം ഞാൻ കണ്ടു. സ്വത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്വത്രം ചെയ്യുന്നു. അഞ്ചാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ആകാശത്തു നിന്നും ഒരു നക്ഷത്രം ഭൂമിയിൽ വീണ് കിടക്കുന്നത് അല്ലെങ്കിൽ വീണ് കിടക്കും. സ്വത്രം ചെയ്തു. ആമേൻ. സ്വത്രം. അടുത്ത വാക്യം 3. അവന് ആകാശധൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. ആകാശധൂപത്തിനുള്ള താക്കോൽ ലഭിച്ചു. ആകാശം പുകയിൽ നിന്നും വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. ആമേൻ. സ്വത്രം ചെയ്യുന്നു. ഇപ്പോൾ വെട്ടിക്കിളി സ്വത്രം ചെയ്യുന്നു. ആമേൻ. സ്വത്രം ചെയ്യുന്നു. ഭൂമിയിൽ പുറപ്പെട്ടു. സ്വത്രം ചെയ്യുന്നു. വെട്ടിക്കിളി പുകയിൽ നിന്ന് പുറപ്പെട്ടു. സ്വത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആകാശത്തു നിന്നും നക്ഷത്രം ഭൂമിയിൽ പതിഞ്ഞപ്പോൾ സ്വത്രം ചെയ്യുന്നു. ആമേൻ. സ്വത്രം ചെയ്യുന്നു. ധൂപ കലശം തുറക്കുമ്പോൾ സ്വത്രം ചെയ്യുന്നു. ആമേൻ. സ്വത്രം ചെയ്യുന്നു. തുറക്കുമ്പോൾ സ്വത്രം ചെയ്യുന്നു. ആമേൻ. അതിൽ പുക പുറത്തു വരുന്നതിനോടൊപ്പം സ്വത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ വെട്ടിക്കിളി സ്വത്രം ചെയ്യുന്നു. ആമേൻ. 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 സ്വത്രം ചെയ്യുന്നു. വെട്ടിക്കിളി അല്ലെങ്കിൽ പുറപ്പെട്ടു വരുവാൻ വന്നു. സ്വത്രം ചെയ്യുന്നു. സ്വത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്വത്രം ചെയ്യുന്നു. സ്വത്രം ചെയ്യുന്നു. ഇസ്രായേൽ മോശയുടെ കാലത്തിൽ സ്വത്രം ചെയ്യുന്നു. ആമേൻ. സ്വത്രം ചെയ്യുന്നു. വെട്ടിക്കിളി സ്വത്രം ചെയ്യുന്നു. മോശയുടെ കാലത്തിൽ അന്ന് ഉണ്ടായിരുന്നു. സ്വത്രം ചെയ്യുന്നു. അത് മിസ്രൈം ദേശത്ത് മാത്രമാകുന്നു വെട്ടിക്കിളികൾ വന്നത്. സ്വത്രം ചെയ്യുന്നു. പക്ഷെ ഈ വെട്ടിക്കിളി സ്വത്രം ചെയ്യുന്നു. ആ വെട്ടിക്കിളിയല്ല. ഈ വെട്ടിക്കിളി ഭൂമിയിലൊക്കെയും പറക്കുവാനും പരന്നു വരുവാനും നിറയുവാനും കാരണമായി തീരും. സ്വത്രം ചെയ്യുന്നു. ആ വെട്ടിക്കിളി ഈ വെട്ടിക്കിളിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. സ്വത്രം ചെയ്യുന്നു. ഈ വെട്ടിക്കിളി എന്നുള്ള സബ്ജക്റ്റ് ഞാൻ വേറൊരു ദിവസം അല്ലെങ്കിൽ സ്വത്രം ചെയ്യുന്നു ഞാൻ പ്രസംഗിച്ചിരുന്നതാകുന്നു. സ്വത്രം ചെയ്യുന്നു. ഞാൻ അത് പ്രസംഗിച്ചത് കൊണ്ട് ഞാൻ വിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. സ്വത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്വത്രം ചെയ്യുന്നു. ഈ വെട്ടിക്കിളിക്ക് സ്വത്രം ചെയ്യുന്നു. ആമേൻ. 5-ാമത്തെ വാക്യം വായിച്ചാൽ അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പാനത്രേ അതിനെ അധികാരം ലഭിച്ചത്. ആമേൻ. സ്വത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ തന്റെ മക്കളെ ഉപദ്രവിക്കാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പേര് നെറ്റിയിൽ എഴുതിയ അവരെ ഉപദ്രവിക്കരുത് എന്നും അവരുടെ സ്വത്രം ചെയ്യുന്നു. അവരുടെ സ്വത്രം സസ്യങ്ങളെയും പച്ചവൃക്ഷങ്ങളെയും നശിപ്പിക്കാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം സ്വത്രം ചെയ്യുന്നു. അതിനോടുകൂടെ കൽപ്പിച്ചിട്ടുണ്ടായി. സ്വത്രം ചെയ്യുന്നു. പിന്നെ ആരെ ഉപദ്രവിക്കാൻ വരുന്നത്? സ്വത്രം ദുഷ്ട മനുഷ്യരാകുന്നു. ലോകപ്രകാരം ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും നിയമവും അനുസരിച്ച് ജീവിക്കാത്ത ദുഷ്ട മനുഷ്യരെ ദണ്ഡിപ്പിക്കുവാൻ വേണ്ടിയാകുന്നു. ആമേൻ. സ്വത്രം ചെയ്യുന്നു. 5 മാസത്തെ സ്വത്രം ചെയ്യുന്നു. ആമേൻ. 5 മാസം ഉപദ്രവിക്കുവാൻ തക്കവണ്ണം ദൈവം സ്വത്രം ചെയ്യുന്നു. അതിന് അധികാരം കൊടുത്തത്. സ്വത്രം ചെയ്യുന്നു. എല്ലാ മനുഷ്യരെയും ഉപദ്രവിക്കത്തില്ല, ദണ്ഡിക്കത്തില്ല. പിന്നെയോ ദുഷ്ട മനുഷ്യരെ മാത്രമാകുന്നു ഈ വെട്ടിക്കിളി സ്വത്രം ചെയ്യുന്നു. 5 മാസം ഉപദ്രവിക്കുന്നത്. കൊല്ലത്തില്ല. അവർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്വത്രം ചെയ്യുന്നു. ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. സ്വത്രം ചെയ്യുന്നു. ഈ വെട്ടിക്കിളിക്ക് ഒത്തിരി അല്ലുവ പ്രത്യേകതകളുള്ളതാകുന്നു. സ്വത്രം ചെയ്യുന്നു. ആമേൻ. സ്വത്രം ചെയ്യുന്നു. അല്ലെ ഇരുമ്പ് കവചം അതിനുണ്ട്. സ്വത്രം ചെയ്യുന്നു. മുടി സ്വത്രം ചെയ്യുന്നു. അല്ലുവ സ്ത്രീകൾക്ക് ഉള്ള മുടി പോലെ നീണ്ടു വളർന്ന് വെട്ടിക്കിളിക്കുണ്ടായിരിക്കും. സ്വത്രം ചെയ്യുന്നു. അതിന്റെ സ്വത്രം ചെയ്യുന്നു. പല്ലുകൾ സ്വത്രം ചെയ്യുന്നു. ആമേൻ. സ്വത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇരുമ്പ് പല്ലുകളാകുന്നു. സ്വത്രം ചെയ്യുന്നു. ആമേൻ. സ്വത്രം ചെയ്യുന്നു. സ്വത്രം ചെയ്യുന്നു. ഇതെല്ലാം സ്വത്രം ചെയ്യുന്നു. എല്ലാം അടങ്ങിയതാകുന്നു. സ്വത്രം ചെയ്യുന്നു. വെട്ടിക്കിളിക്ക് സ്വത്രം ചെയ്യുന്നു. ഞാൻ അത് അവിടെ കൊണ്ട് നിർത്തുന്നു. സ്വത്രം ചെയ്യുന്നു. 6-ാമത്തെ ദൂതൻ സ്വത്രം ചെയ്യുന്നു. 6-ാമത്തെ 4 ദൂതന്മാരെ
ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 9-ാമത്തെ 13 വായിച്ചാട്ടെ. 6-ാമത്തെ ദൂതൻ ഊതുമ്പോൾ നടക്കുന്നത്. 6-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട് യൂഫ്രട്ടീസ് എന്ന നദീതീരത്ത് എന്ന് പറഞ്ഞാൽ നദീതീരത്ത്, യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച് ഇട്ടിരിക്കുന്ന ദൂതങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്തോത്രം ചെയ്യുന്നു. അവൻ 4 ദൂതന്മാരെ സ്തോത്രം ചെയ്യുന്നു അഴിച്ചുവിടും. നദിയുടെ തീരത്തിൽ ഉള്ള 4 ദൂതന്മാരെ അഴിച്ചുവിടും. 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 14 വായിച്ചാട്ടെ. 14-15. ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്ന ആണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മനുഷ്യരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവന് സ്തോത്രം ചെയ്യുന്ന അധികാരം ലഭിച്ചു. സ്തോത്രം എല്ലാ മനുഷ്യരെല്ലാം ഇന്ന മൂല കിഴക്കിലുള്ള ജനത്തെന്നോ വടക്കിലുള്ള ജനത്തെന്നോ തെക്കിലുള്ള ജനമെന്നോ സ്തോത്രം ചെയ്യുന്നു പടിഞ്ഞാറുള്ള ജനത്തെന്നൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. 1/3 ഭാഗം ജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഇന്ന ആണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന വർഷം, ഇന്ന മാസം എന്ന് പറഞ്ഞ മാസ കണക്ക് വെച്ച് ഇന്ന മാസം, ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ദിവസത്തിൽ ഈ മനുഷ്യരെ കൊല്ലണം. ഇന്ന മാസം നിർത്തി ഇന്ന ആണ്ടിൽ ഇന്ന വർഷം ഈ മനുഷ്യരെ കൊല്ലണം. ഈ മാസത്തിൽ ഇന്ന മാസത്തിൽ ഈ മനുഷ്യരെ കൊല്ലണം. ഇന്ന ദിവസത്തിൽ ഈ മനുഷ്യരെ കൊല്ലണം. അടുത്ത് നാഴിക എന്ന് പറഞ്ഞ സമയം കുറിച്ച് ഇന്ന സമയത്തിൽ ഈ മനുഷ്യരെ കൊല്ലണമെന്ന് സമയം കുറിച്ച് 4 ദൂതന്മാരെ അഴിച്ചുവിട്ടു. 4 ദൂതന്മാരെ അഴിച്ചുവിട്ട് വർഷക്കണക്ക്, മാസക്കണക്ക്, ദിവസക്കണക്ക് അല്ലെങ്കിൽ സമയക്കണക്ക് വെച്ച് കൊല്ലുവാൻ തക്കവണ്ണം സ്തോത്രം ചെയ്യുന്നു. ആമേൻ സ്തോത്രം ചെയ്യുന്നു. കൊല്ലുവാൻ തക്കവണ്ണം ആമേൻ സ്തോത്രം ചെയ്യുന്നു. ദൂതന്മാരെ സ്തോത്രം ചെയ്യുന്നു അഴിച്ചുവിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന സമയത്ത്, ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന ദിവസത്തിൽ കൊല്ലുവാൻ തക്കവണ്ണം ദൂതന്മാരെ സ്തോത്രം ചെയ്യുന്നു അഴിച്ചുവിട്ടു സ്തോത്രം ചെയ്യുന്നു. അടുത്ത് വായിൽ നിന്ന് ദൂതന്മാരുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. സോദം ഗോമറ നശിപ്പിക്കുമ്പോൾ ദൈവം തീയും ഗന്ധകവും അയച്ച് സോദം ഗോമറ നശിപ്പിച്ചതുപോലെ അവൻ ജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം സ്തോത്രം ചെയ്യുന്നു. അതിന്റെ വായിൽ നിന്നും തീയും ഗന്ധകവും പുകയും പുറപ്പെട്ടു. തീ, ഗന്ധകം, പുക 3 അതിന്റെ വായിൽ നിന്നും ദൂതന്മാരുടെ വായിൽ നിന്നും പുറപ്പെട്ട് വായിൽ നിന്നും ദൂതന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. ഈ ബാധകളാൽ 1/3 നശിച്ചുപോയി. സ്തോത്രം ചെയ്യുന്നു. ആമേൻ സ്തോത്രം ചെയ്യുന്നു. 3/1 സ്തോത്രം ചെയ്യുന്നു. ഒറ്റ അടിക്ക് അല്ലെങ്കിൽ മനുഷ്യർ മരിക്കുന്നില്ല. പാകമായിട്ട് കുറേച്ച സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ രക്തം കലർന്ന കൽമഴയിലും തീയിലും മരിക്കാത്ത ജനം സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ മരിക്കാത്ത ജനം രക്തം കലർന്ന വെള്ളത്താൽ ജലത്താൽ കുറെ പേർ അങ്ങനെ നശിക്കും. സ്തോത്രം ചെയ്യുന്നു. അതിലും നശിക്കാത്തവർ സ്തോത്രം ചെയ്യുന്നു. വെള്ളം അശുദ്ധമാക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അതിലും ജനം കുറെ പേർ നശിക്കും. പിന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സ്തോത്രം ഇരുണ്ടു പോകും. ബാധ തട്ടുമ്പോൾ അതിലും കുറെ പേർ മരിച്ചു പോകും. ജനം നശിച്ചു പോകും. പിന്നെ വെട്ടിക്കിളി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. വെട്ടിക്കിളിയുടെ
കഴിഞ്ഞാൽ 5 മാസത്തെ ദണ്ഡന നിമിത്തം അത് ഉപദ്രവിക്കും. അതിലും ദണ്ഡനം മനുഷ്യർ അനുഭവിക്കാണ്ട് വരും. അത് മാത്രമല്ല, സ്തോത്രം ചെയ്യുന്നു, 4 ദൂതന്മാർ സ്തോത്രം ചെയ്യുന്നു അഴിച്ചു വിടുമ്പോൾ ദൂതന്മാരുടെ വായിൽ നിന്ന് വരുന്ന തീയും ഗന്ധവും പുകയും നിമിത്തം കുറെ മനുഷ്യർ മരിച്ചു വീഴും. സ്തോത്രം ചെയ്യുന്നു. എല്ലാം ഒറ്റയടിക്ക് മരിക്കത്തില്ല, എല്ലാം ഒറ്റയടിക്ക് നശിക്കത്തില്ല. ഘട്ടമാകുന്ന സ്തോത്രം ചെയ്യുന്നു. ഒരു മൂലയിൽ നിന്നും മറ്റു മൂല വരെ, ഒരറ്റം മുതൽ മറ്ററ്റം വരെ, ആ കൂട്ടത്തിൽ ആരെല്ലാം മരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഏതെല്ലാം കുടുംബങ്ങൾ നശിക്കുമെന്ന് അന്ന് പറയാൻ പറ്റത്തില്ല. എത്ര പേര് മരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കുറേശ്ശാകുന്നു മനുഷ്യരെ ദൈവം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പീഡന കാലത്തിൽ നടക്കുന്നതാകുന്നു. സ്തോത്രം ചെയ്യുന്നു. 7 വർഷത്തെ പീഡനമാകുന്നു. സ്തോത്രം ചെയ്യുന്നു. 7 വർഷത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. 3.5 വർഷം അതിന്റെ അവസാനത്തെ 3.5 വർഷത്തിലാകുന്നു അല്ല പീഡനം അതികഠിനമാകുന്നു. ആ സമയത്താകുന്നു ഈ വിഷയങ്ങളും സംഭവങ്ങളെല്ലാം പ്രപഞ്ചത്തിലും ലോകത്തിലും ഭൂമിയിലും മനുഷ്യരുടെ ഇടയിൽ സംഭവിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ 7ാമത്തെ കാഹളം കൂടി വായിച്ചിട്ട് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്നു. 7ാമത്തെ കാഹളം സ്തോത്രം ചെയ്യുന്നു. ഇനി സ്തോത്രം ചെയ്യുന്നു 7 ഇനി കാലം ഉണ്ടാകുക ഇല്ല. 10:6 വായിച്ചാട്ടെ. ഇനി കാലം ഉണ്ടാകുകയില്ല, ഇനി കാലം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അധിക വർഷം, അധിക നാൾ, അധിക ആണ്ടുകൾ ഇനി ഉണ്ടാകുകയില്ല. 7ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്തെ, 7ാമത്തെ ദൂതൻ സ്തോത്രം ചെയ്യുന്നു ഊതുവാൻ ഇരിക്കുന്ന കാലത്തിൽ ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ ദൈവം ലോകത്തിൽ സ്തോത്രം ചെയ്ത് വെളിപ്പെടുത്തുവാൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ചും ദൈവം ദൈവദാസന്മാരിൽ കൂടെ വെളിപ്പെടുത്തി കൊടുത്തത്, അല്ലെങ്കിൽ അന്ത്യനാളിൽ നടക്കുവാൻ പോകുന്നതും സംഭവിക്കുവാൻ പോകുന്നതും അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു ആ വിഷയത്തെ കുറിച്ചാകുന്നൂടെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന വായിച്ചാട്ടെ. തന്റെ ദാസന്മാരായ പ്രവാചകന്മാരിൽ കൂടെ അറിയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗത്തിന്റെ അന്ത്യനാളിൽ ഇന്നത് സംഭവിക്കുമെന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരിൽ കൂടെ ദൈവം ആലോചന കൊടുക്കുകയും വെളിപ്പാടിൽ കൂടെ, ദർശനത്തിൽ കൂടെ, വചനത്തിൽ കൂടെ, അവൻ പ്രവചന വരത്തിൽ കൂടെ വെളിപ്പെടുത്തി കൊടുത്തതും അറിയിച്ചതും കാണിച്ചതുമായ വിഷയങ്ങൾ നിവർത്തിയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ട വചനത്തിൽ എഴുതിയിരിക്കുന്നത് സകലവും നിവർത്തി ആകുന്നിടത്തോളം കാലം അവൻ നിവർത്തിയാകുന്നത് വരെ സ്വത്രം ചെയ്തെന്ന് പറഞ്ഞു. ദൈവവചനത്തിൽ അല്ലെങ്കിൽ വചനപ്രകാരം ദൈവപ്രവാചകന്മാരിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ എല്ലാം ദൈവം ചെയ്തു തരുമെന്ന്, നിവർത്തിയാകുമെന്ന്, യുഗത്തിന്റെ അന്ത്യനാളിൽ എന്തെല്ലാം നടക്കുമെന്നും, പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കുമെന്നും, ഭൂമിയിൽ എന്തെല്ലാം നടക്കുമെന്നും, ഈ ലോകത്തിൽ എന്തെല്ലാം നടക്കുമെന്നും, നമ്മുടെ ഇടയിൽ, നമ്മുടെ മുൻപിൽ മനുഷ്യരുടെ ഇടയിൽ എന്തെല്ലാം നടക്കുമെന്നും എന്തെല്ലാം സംഭവിക്കുമെന്നും ദൈവദാസന്മാരിൽ കൂടെ, പ്രവചനത്തിൽ കൂടെ, ദൈവവചനത്തിൽ കൂടെ വെളിപ്പെടുത്തുകയും പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം നിവർത്തി വരുത്തുമെന്ന് സ്തോത്രം ചെയ്യുന്നു. അത് ഇന്നായിരിക്കാം, അത് നാളെ ആയിരിക്കാം, അത് അടുത്ത മാസമായിരിക്കാം, അത് സ്തോത്രം ചെയ്യുന്നു ഈ വർഷമായിരിക്കാം, ഇത് സ്തോത്രം അടുത്ത വർഷമായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത നൂറ്റാണ്ടിലായിരിക്കാം, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ തലമുറയുടെ ഇടയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാലം കഴിഞ്ഞു പോയതിനു ശേഷം അടുത്ത തലമുറയിലായിരിക്കാം. ഏത് കാലഘട്ടമെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. അതിന്റെ സമയം അടുത്തു വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിലൊന്നും അകപ്പെടാതിരിക്കണമെങ്കിൽ നീ മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെയും ആമേൻ സ്തോത്രം ചെയ്തു. ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നവർക്ക് അനുസരിച്ച് ജീവിക്കുക. ദൈവത്തിന്റെ പീഡനത്തിൽ അകപ്പെടാതെ പോകണമെങ്കിൽ, ദൈവത്തിന്റെ ദണ്ഡനത്തിൽ മരിച്ചു വിടാതിരിക്കണമെങ്കിൽ, ഈ ബാധകളൊന്നും നിന്നെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ
സ്തോത്രം ചെയ്യുന്നു. നീ മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാകുന്നു, രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാകുന്നു, സ്നാനപ്പെടേണ്ടത് ആവശ്യമാകുന്നു. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നൊക്കെ അനുസരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാകുന്നു. എല്ലാ ദൈവത്തിനും ഇത് സംഭവിക്കത്തില്ല. തന്റെ ജനത്തെ കാക്കുകയും സൂക്ഷിക്കുകയും വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദുഷ്ട മനുഷ്യർക്ക് സംഭവിക്കുന്നതാകുന്നു ഇവിടെ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലോ അപ്പോസ്തലനായിരിക്കുന്ന അല്ലല്ലോ ആ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ യോഹന്നാനിൽ കൂടെ ദൈവം ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നതും നിവർത്തി വരുത്തുവാൻ പോകുന്നതും ദൈവം ചെയ്തെടുക്കുവാൻ പോകുന്നതും അല്ലോ ആ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായിരിക്കുന്ന അല്ലല്ലോ യോഹന്നാനിൽ കൂടെ ആ സ്തോത്രം ചെയ്യുന്നു വെളിപ്പെടുത്തി കൊടുത്തതാകുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വചനങ്ങളാൽ സ്തോത്രം ചെയ്യുന്നു ധാരാളമായി അനുഗ്രഹിക്കുവാനാകട്ടെ.